ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജെയിം ജേണി റെട്രോ. നമ്മുടെ സ്വന്തം നടിപ്പിൻ നായകൻ സൂര്യ നായകനായിട്ട് വരുന്ന ചിത്രം റെട്രോ എന്ന് പറയുന്നത് മെയ് 1 റിലീസിനെത്തുന്ന സിനിമയാണ്. കാർത്തിക് സുബ്ബരാജാണ് അതിന്റെ ഡയറക്ടർ, ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ്, കപ്പിത്താൻ. അപ്പോ അതുകൊണ്ട് തന്നെ സിനിമയിൽ ഭയങ്കരമായിട്ടുള്ള പ്രതീക്ഷയാണ്. അതുകൊണ്ട് മാത്രമല്ല, ഇതിന്റെ അപ്ഡേറ്റുകളാണെങ്കിലും പോസ്റ്റേഴ്സ് ആണെങ്കിലും ഇതിന്റെ വന്നിട്ടുള്ള പാട്ടുകളാണെങ്കിലും രണ്ടാമത്തെ സിംഗിൾ സോങ് എനിക്ക് പേഴ്സണലി അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ അതൊരു ആ മൂഡിലുള്ള പാട്ടാണ്, ഒരു വെറൈറ്റി ടച്ചുള്ള പാട്ടാണ്. അതായത് എനിക്ക് അത്തരം പാട്ടുകളോടുള്ള ഇഷ്ടക്കുറവാണ് കേട്ടോ, അല്ലാതെ ആ പാട്ട് മോശമാണെന്നല്ല പറഞ്ഞിട്ടുള്ളത്. അത് ഭയങ്കരമായിട്ട് അതും വൈറലായിട്ടുണ്ട്. അതിന് മുമ്പ് വന്നിട്ടുള്ള ഒരു ജയിലിൽ നിന്നുള്ള പാട്ടാണെങ്കിലും എന്തിന്, ഇതിന്റെ ടീസർ ഗ്ലിംസ് വേറെ 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 ലെവൽ സാധനം. അത് കംപ്ലീറ്റ് ആ നടിപ്പിൻ നായകന്റെ സ്വാഗും സ്റ്റൈലും കിട്ടുന്ന ഒരു പടമായിരിക്കും ഈ വരുന്ന ലവ് ലാഫ്റ്റർ വാർ എന്ന് പറഞ്ഞ ചിത്രം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, റെട്രോ. എന്തായാലും ഇന്ന് 6 മണിക്ക് ഒരു ഈദ് സ്പെഷ്യൽ പോസ്റ്റർ വരുന്നത് 2D എന്റർടൈൻമെന്റ്സ് സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് വന്നിട്ടുണ്ട്. കിഡിലൻ പോസ്റ്റർ അതാണ് അവർ തന്നിട്ടുള്ളത്. അതായത് റെട്രോ എന്ന് എഴുതിയിട്ട് നമ്മുടെ അണ്ണൻ ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറഞ്ഞ ഒരു സിംഹഭാവത്തിൽ എന്നൊക്കെ പറയുന്ന പോലെ കാലൊക്കെ ഇതിലൊക്കെ ചവിട്ടി ഇങ്ങനെ കൈയൊക്കെ വെച്ചിട്ട് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു സംഗതി അതാണ് തന്നിട്ടുള്ളത്. മേ ദ സ്വീറ്റ്നെസ് ഓഫ് ഈദ് ഫിൽ യുവർ ഹാർട്ട് ആൻഡ് ഹോം വിത്ത് പ്ലഷർ ഹാപ്പിനെസ്, അങ്ങനെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്, കുറെ സാധനങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്തായാലും സിനിമ 1 മെയ് 2025 ഈ വർഷം, അടുത്ത മാസം ഏപ്രിൽ ഏകദേശമായി, മെയ്, ഒരു മാസം കൂടി നമ്മൾ കാത്തിരുന്നാൽ മതി. അപ്പൊ ചിത്രം റിലീസിനെത്തും. എന്തായാലും വീണ്ടും പോസ്റ്ററിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഈ പോസ്റ്റർ കാണുമ്പോഴും നമ്മളൊക്കെ ഇതിൽ പ്രതീക്ഷിക്കുന്നത്, ഓക്കെ, ഈ പറഞ്ഞ പോലെ ലവും ലാഫ്റ്ററും വാറും ഒക്കെ നമ്മളിത് പ്രതീക്ഷിക്കുന്നുണ്ട്. ചിരിപ്പിക്കുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അതുപോലെ നല്ലൊരു പ്രണയം തീർച്ചയായിട്ടും അവർ പറയും. കാരണം അത് നമുക്ക് ജസ്റ്റ് ആ സാധനം ഉണ്ടല്ലോ, ഒരു ലാസ്റ്റ് വന്നിട്ടുള്ള സംഗതി, അത് പൂജ ഹെഗ്ഡെനെ കുറിച്ച് പറയുമ്പോഴും വേറൊരു സംഭവമുണ്ട്. ഇതുവരെ കണ്ടിട്ടുള്ള സിനിമയിൽ നിന്ന് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലൊരു ക്യാരക്ടർ ആയിരിക്കും ഇതെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. പൂജ ഹെഗ്ഡെനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈഫിലെ ഏറ്റവും മനസ്സിനോട് ഇണങ്ങി നിൽക്കുന്ന ഒരു കഥാപാത്രമാണെന്നൊക്കെ. കാർത്തിക് സുബ്ബരാജ് കൊണ്ട് മാക്സിമം എന്താ പറയുക, അവരുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച് ഏറ്റവും മാക്സിമം എന്താണോ അത് അവരെടുക്കുകയും ചെയ്യും. അങ്ങനെയാണ് അവർ ചെയ്യിപ്പിക്കുക എന്നുള്ളത് നമുക്കറിയുന്നതാണ് കഴിഞ്ഞ സിനിമകളിൽ നിന്ന്. ഇപ്പൊ പൂജ ഹെഗ്ഡെനെ ഡീഗ്ലാം ചെയ്തിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ആ ഭംഗി കുറച്ചിട്ടാണ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. എന്ന് പറയുമ്പോൾ അവര് കളർ കുറഞ്ഞാൽ ഭംഗി കുറഞ്ഞു എന്നുള്ളതല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്. അവർ നിലവിലുള്ള ഒരു മോഡേൺ ക്യാരക്ടറിൽ നിന്ന് ഭയങ്കര നാടൻ ക്യാരക്ടറിലായിട്ടുള്ള അത്തരം ക്യാരക്ടറിലേക്കൊന്ന് കുറച്ച് ഭയങ്കര ഒരു റിച്ച് ആയിട്ടുള്ള ക്യാരക്ടർ അല്ല എന്ന് നമുക്കിനെ തോന്നുന്ന അവിടുത്തെ ഒരു ലോക്കൽ ആയിട്ടുള്ള ഒരു കഥാപാത്രം, അങ്ങനെ തോന്നുന്ന രീതിയിലേക്കുള്ള മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് നല്ലൊരു സംഭവം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ അവരുമായിട്ടുള്ള പ്രണയം ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സാധനമായിരിക്കും. ഇപ്പൊ ജയിലിൽ നിന്ന് പാടുന്ന പാട്ടാണെങ്കിലും എനിക്ക് തോന്നുന്നത് അവരെ കുറിച്ച് തന്നെ ആലോചിച്ചിട്ടുള്ള, അത് ഭാര്യനെ കുറിച്ച് അല്ലെങ്കിൽ കാമുകിനെ കുറിച്ച് തന്നെ ആലോചിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ കല്യാണം കഴിക്കാമോ എന്നൊക്കെ ചോദിക്കുന്ന ഗ്ലിംസ് ഒക്കെ കിടലായിരുന്നു. അപ്പോ ഇത് പ്രണയം, ഈ ചിരി എന്ന് പറഞ്ഞ എലമെന്റ് ഉണ്ടെങ്കിലും ചിരി എത്രമാത്രം ഉണ്ടാവും അതിനെ കുറിച്ച് ബന്ധപ്പെട്ട എന്ത് സംഭവം നമുക്കറിയില്ല. ഇവിടെ അവർ പ്രത്യേകം എഴുതിയിട്ടുണ്ടല്ലോ, അതായത് ലവ് ലാഫ്റ്റർ വാർ എന്നുള്ളത്. ഈ വാർ ഉണ്ടല്ലോ, യുദ്ധം, അത് നമ്മൾ ഇതിൽ കാണുന്നുള്ളത് 100% ഷുവറാണ്. കാരണം തന്നിട്ടുള്ള എല്ലാ സാധനങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള, ഇപ്പൊ തന്നിട്ടുള്ള ഈ ഒരു പോസ്റ്റർ ആണെങ്കിലും ഇവിടെ നമുക്ക് കാണുന്നത് ആ ഒരു ശൗര്യം, ആ ഒരു പവർ, അതാണ് നമുക്കവിടെ കാണാനുള്ളത്. ആ ഒരു എന്താ പറയാ, ഭയങ്കര ഒരു ഗ്യാങ്സ്റ്റർ ടൈപ്പ് ഒരു ക്യാരക്ടർ. ആ ക്യാരക്ടറിന്റെ പവർഫുൾ ആയിട്ടുള്ള ഒരു നോട്ടാണ് നമ്മളിവിടെ കാണുന്നത്. ഈ ആദ്യം തന്നിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് വീഡിയോ ഉണ്ടെന്നല്ലോ, അതിലും അങ്ങനെ തന്നെയാണ്. ഈ എന്താ പറയാ, നമ്മുടെ ഈ ക്യാമറയിലേക്ക് ഇങ്ങനെ അടുത്തേക്ക് വന്നിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു, അത് ഭയങ്കരമായിരുന്നു, കിടൽ. അപ്പൊ എന്തായാലും റെട്രോനെ കുറിച്ചാണ് പറയാനുള്ളത്. ഇനി 2 അപ്ഡേറ്റുകളോട് പറയാനുണ്ട്. അതൊന്ന് സർക്യൂട്ട് എന്ന് പറയുന്ന ആസിഫ് അലി നായകനായിട്ട് വരുന്ന ചിത്രത്തിന്റെയാണ്. ഇന്ന് അവരൊരു പോസ്റ്റർ തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ പോസ്റ്റർ. സർക്യൂട്ട് ഒരു ഇതേതാ വണ്ടി, നമ്മുടെ അയ്യോ MIT ഇനി വേറെ എന്തെങ്കിലും പേര് പറയാം, വേറെ എന്തോ സ്കൂട്ടർ എന്നും കൂടി ഇതിന് പറയും കേട്ടോ, എട്ടിടാൻ കൊണ്ടു നടക്കുന്ന സാധനം. അപ്പൊ അത് കുറച്ച് വെറൈറ്റി ആക്കിയിട്ടുള്ള സാധനമാണ്. അതന്നെയാണോ ഇനി എനിക്ക് മാറിയല്ല, കണ്ടിട്ട് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്നെ സംബന്ധിച്ചൊരു മോഡിഫിക്കേഷൻ ചെയ്തിട്ടുള്ള ഒരു MIT. അപ്പോ ആ വണ്ടിയിൽ ഇങ്ങനെ വരുന്ന സാധനമാണ്. ബേക്കർ എന്തോ പെട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അയാള് അങ്ങനത്തെ എന്തെങ്കിലും ജോലി ചെയ്യുന്ന ആളാണോ എന്ന് അറിയില്ല. പിന്നെ 8 മെയ് 2025 വേൾഡ് വൈഡ് റിലീസ്. ഓക്കെ, അപ്പോ മെയ് 8 ഈ പടം കാണാം. അപ്പൊ മെയ് 1 നമുക്ക് വരാനുള്ളത്, ഏപ്രിൽ 10 ബസൂക്ക, മെയ് 1 റെട്രോ, മെയ് 8 ഈ പടത്തിന്റെ ഇടയിലും കുറച്ച് സിനിമകൾ വരാനുണ്ട്. അതിനായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞ് നമുക്ക് പറയാനുള്ളത് ലൂസിഫറിനെ കുറിച്ച്. അങ്ങനെ ലൂസിഫറിനെ കുറിച്ച് സംസാരിക്കാതെ ഇപ്പൊ നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത്രമാത്രം വലിയ വിവാദങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 20 മിനിറ്റ്, അരമണിക്കൂറോളം ആദ്യം കട്ട് ചെയ്ത് പറഞ്ഞു, പിന്നെ 20 മിനിറ്റ് പറഞ്ഞു, പിന്നെ 3 മിനിറ്റാണ് ഇപ്പൊ കേൾക്കുന്നത്. അതിൽ നിന്ന് വളരെ ചുരുക്കം ചില ഭാഗങ്ങളും
പിന്നെ ബജ്രംഗി എന്നുള്ള പേരുമാണ് അവര് എടുത്ത് ഒഴിവാക്കണത് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. എന്തായാലും നാളെയോ മറ്റന്നാളോ ആയിട്ട് അതിന്റെ കട്ട് ചെയ്തിട്ടുള്ള വേർഷൻ കാണാൻ പറ്റുമെന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ ഭയങ്കരമായുള്ള വിവാദം ഉണ്ടാക്കുമ്പോഴും മാപ്പ് പറയും, മാപ്പ് പറയില്ല, മാപ്പ് പറഞ്ഞു കഴിഞ്ഞു, മാപ്പ് പറഞ്ഞിട്ടില്ല, ഇനി മാപ്പ് പറഞ്ഞേക്കാം തുടങ്ങിയിട്ടുള്ള ഈ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും റെക്കോർഡുകൾ തൂക്കിക്കൊണ്ടിരിക്കുകയാണ് ഡേ ബൈ ഡേ. അതായത് ബിഗ്ഗസ്റ്റ് ഇന്ത്യൻ ഓപ്പൺ ഓഫ് 2025, 2025 ബിഗ്ഗസ്റ്റ് ഇന്ത്യൻ ഓപ്പൺ എന്ന് പറഞ്ഞിട്ട് തന്നിരിക്കുന്നത്. ആൻഡ് ടോവിനോ അടക്കം ഈ പോസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു. 411.54 കോടി, അത് 4,11,540 ബുക്ക്ഡ് ഇൻ ലാസ്റ്റ് 24 hours. ഒരൊറ്റ ദിവസം കൊണ്ട്, കഴിഞ്ഞ ലാസ്റ്റ് 24 മണിക്കൂർ കൊണ്ട് 411.54K ആണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. എന്താണ് അല്ലേ? ഇവിടെ ട്രെൻഡിങ് എന്നൊക്കെ പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു പടം ആക്ച്വലി കുറെ ആളുകൾ പറയുന്നു ദ ഇയർ ബിലോങ്സ് ടു ഹിം, എ ഫോഴ്സ് അൺലീഷ്ഡ് എന്നാണ് എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പോ ഇത്രയും വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു പറ്റം ആളുകൾ പറയുന്ന പോലെ ഇത് ടീമിന്റെ ബുദ്ധിക്കുള്ള കളിയാണ് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഒരുപാട് ആളുകൾ ഈ ഒരു വിവാദം ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഉണ്ട് ഒന്നാ കാണണല്ലോ എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ഈ സിനിമയുടെ ഹൈപ്പ് കൊണ്ട് 2-3 ദിവസത്തേക്ക് ഭയങ്കരമായിട്ടുള്ള ബുക്കിംഗ് സ്വാഭാവികമായിട്ടും നടന്നിട്ടുണ്ടാവും, അതിൽ ഡൗട്ടൊന്നുമില്ല. എന്നാൽ വീണ്ടും ഉള്ള കുറെ ആളുകളുണ്ട് ഇത് എന്താണെന്ന് അറിയട്ടെ എന്നിട്ട് നമുക്ക് എടുക്കാന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന ആളുകൾ. അവർക്ക് ഈ റിവ്യൂ വന്നപ്പോ കുറെ പോസിറ്റീവ്സ് വരുന്നു, ചില ആളുകൾ നെഗറ്റീവ് പറയുന്നു. വേണോ വേണ്ടേ, കുറച്ചുകൂടി കഴിയട്ടെ എന്നിട്ട് കാണാം, കുറച്ചുകൂടി കഴിയട്ടെ എന്നുള്ള കാത്തിരുന്ന ആളുകൾ പോലും ഈ ഒരു വിവാദം കൊണ്ട് എന്നത് കാണണല്ലോ, എന്താണ് ഇന്നെന്ന് അറിയണല്ലോ എന്ന് പറഞ്ഞിട്ട് പോയി ടിക്കറ്റ് എടുക്കണം. എന്താ കട്ട് ചെയ്യാൻ പോവാണ്, നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് പോകും. നാളെ എന്ന് പറഞ്ഞിട്ട് മറ്റന്നാളെ പറഞ്ഞിട്ട് ഒരാഴ്ച 2 ആഴ്ച സത്യത്തിൽ പറഞ്ഞിട്ട് കളിപ്പിക്കുകയാണ്. അപ്പോ അത് കഴിഞ്ഞാൽ ഇനി ഈ ഭാഗം കാണാൻ പറ്റിയില്ലെങ്കിൽ എന്നുള്ളൊരു ബേജാറുണ്ടല്ലോ, ആ ബേജാറ് കൊണ്ട് എല്ലാവരും പോയി കാണുന്നുണ്ട് സിനിമ എന്നുള്ളതാണ് ഒരു വാസ്തവം. ആൻഡ് ഇനി കട്ട് ചെയ്ത് കഴിഞ്ഞാലോ, അത് കട്ടായോ, ഏത് വക കട്ടായിട്ടുള്ളത്, എന്താ അതിനുമാത്രം വലിയ മാറ്റം വന്നോ, സിനിമ മൊത്തത്തിൽ ചേഞ്ച് ആയോ എന്നൊക്കെ അറിയാൻ കുറച്ച് ആളുകൾ എന്തായാലും അങ്ങനെയും കാണും. സോ മൊത്തത്തിൽ പറഞ്ഞാൽ മലയാള സിനിമയുടെ ചരിത്രം മാറ്റിക്കുറിക്കാൻ വന്ന എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ ഓൾറെഡി ചരിത്രം മാറ്റിക്കുറിച്ച് കഴിഞ്ഞു. ഇനി എന്തൊക്കെ മാറ്റിക്കുറിക്കാനുണ്ട് അതൊക്കെ മാറ്റിക്കുറിക്കുന്നുള്ളതിൽ യാതൊരു ഡൗട്ടും ഇല്ല. വരും ദിവസങ്ങളിൽ വമ്പൻ റെക്കോർഡുകൾ തകർന്നു വീഴും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. ആൻഡ് വരാനിരിക്കുന്ന ചിത്രങ്ങളിൽ നിങ്ങൾ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ ഏതാണെന്നുള്ളത് കമന്റ് രേഖപ്പെടുത്താൻ ശ്രമിക്കും. താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ. കാണാം, കാണുന്നവരെ.